വലിയ പിരിമുറുക്കത്തിന് ശേഷം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറി RSSകാരനായ ആർലേക്കർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ സൗമ്യനായി വന്ന് ഒരു സൈക്കോളജിക്കൽ മൂവാണ് പുള്ളി നടത്തിയത്. എന്താണ്, സർക്കാരുമായി ഒത്തൊരുമിച്ച് പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഒന്നിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെയുണ്ടോ ഗവർണർമാർ, എന്തൊരു ഡീസൻ്റായ മനുഷ്യനാണെന്ന് വിചാരിച്ചു. പിന്നെയല്ലേ തനിനിറം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല എന്താണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ ആർലേക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് കേരളത്തിൽ RSSനെയും BJPനെയും വളർത്തേണ്ടത് എന്നുള്ള രീതിയിലുള്ള കറക്റ്റ് സ്റ്റഡിയോട് കൂടിയിട്ട് വന്ന മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ള ധാരണ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഭാരതാംബേനെ എടുത്ത് രാജ്ഭവൻ്റെ ഹോളിൽ കൊണ്ടുവെക്കുന്നത്. ഹോളിൽ കൊണ്ടുവച്ചാൽ എന്താണ് പ്രശ്നം, അവിടെ വെച്ച് കഴിഞ്ഞു, അതാണ് ഫിക്സഡ് ഭാരതാംബയാണ്. അപ്പം റെഗുലറായിട്ട് മറ്റേത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് റോട്ടിൽ ഇറങ്ങണമായിരുന്നു പ്രശ്നം ഉണ്ടാകണമെങ്കിൽ. റോട്ടിലിറങ്ങി ചെറിയ കുട്ടികളോടൊക്കെ SFI കുട്ടികളോടൊക്കെ ഇറങ്ങി നിന്നിട്ട് എടാ വാടാ പോടാ എന്നൊക്കെ കുറച്ച് വലിയ കരിങ്കൊടി കാണിച്ചോട്ടെ, അത് കുഴപ്പമില്ല. കേരളത്തിലെ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് അത്യാവശ്യം നിലവാരമുള്ള കൂട്ടത്തിലാണ്. ഞാൻ ആ നിലവാരം ഗവർണർ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതോടുകൂടിയിട്ട് ഞാൻ വിചാരിച്ചു അതിനേക്കാളൊക്കെ ഡീസൻ്റായ ആളായിരിക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുവച്ചിട്ട് അതിനകത്ത് കാവിക്കൊടി വെച്ച് ഒരു സിംഹത്തെയൊക്കെ വെച്ചൊരു ഫോട്ടോ വെച്ചിട്ട് പറയുകയാണ്, ഇതാണ് ഭാരതാംബ, നിങ്ങൾ എല്ലാവരും വരൂ, പൂജിക്കൂ, നിങ്ങളെല്ലാവരും പുഷ്പാർച്ചന നടത്തൂ എന്നൊക്കെ പറയുന്നതാണ്. ആദ്യം തന്നെ P. പ്രസാദ് അവിടുന്ന് പുഷ്പാർച്ചന നടത്താൻ ഇറങ്ങി വന്നു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കൂടെയാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം കാണിച്ചൊരു നിലപാടുണ്ടല്ലോ, നമ്മൾ ചോര തിളയ്ക്കുന്ന നിലപാടാണ്. കാരണം കുട്ടികളോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എന്നെ അനുഭവം, ഞാൻ കുട്ടികളെയും കൂട്ടി ഇറങ്ങി വരണമെന്ന് വിചാരിച്ചതാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഒരു തൻ്റെ ഇടം കാണില്ല. ഞാൻ കുട്ടികളെ കൂട്ടി ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ വിളിച്ചാൽ കുട്ടികളെ ഇറങ്ങി വരും എന്നുള്ള ബോധ്യമുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ്. എന്തിനെതിരെയാണ് ഇത്? നിലപാടല്ല ഇത്. ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞ ഭരണഘടനയുടെ അടിസ്ഥാനമായി നിൽക്കുന്ന ഏത് ഭരണഘടനയല്ല ഇത് പറഞ്ഞത്? നമ്മൾ 2 പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അന്നൊക്കെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഭരണഘടനയല്ല ഇത് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആരാണിത് പറയുന്നത്? ഏത് അടിസ്ഥാനത്തിലാണിത് പറയുന്നത്? ഒരു പാർട്ടി ചിഹ്നം അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചിഹ്നം എടുത്തിട്ട് ഇതിന് നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ആരാധിച്ചോളൂ പറയുക, നിങ്ങളിതിന് പുഷ്പാർച്ചന നടത്തിക്കോളൂ, നിങ്ങളിതിന് വിളക്ക് കത്തിക്കണമെന്ന് പറയുക. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത്. കേരളത്തിൽ എന്തുകൊണ്ട് BJP വളരുന്നില്ല, കേരളത്തിൽ എന്തുകൊണ്ട് RSS വളരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏക കാരണം ഇതാണെന്നേ. ഇതാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ശൈലിയിലേക്ക് വന്നാൽ ആരാണ് എനിക്ക്? നമ്മളിപ്പോൾ നിലമ്പൂരൊക്കെ കാണുന്നില്ലേ, നിലമ്പൂരൊക്കെ കാണുന്നത് അവിടെ തന്നെ മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല. ഒരു 140 മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ വരുന്ന സ്ഥലത്ത് മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇലക്ഷൻ്റെ തലേ ദിവസം വന്ന് ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്ത് മത്സരിപ്പിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് കേരളത്തിലേക്ക് എത്തി. എങ്ങനെയാണ് ഇത് എത്തുന്നത്? ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണറായി വന്നതിന് ശേഷം ആ 3-4 വർഷം ഉണ്ടായിരുന്നല്ലോ, എന്ത് ഗുണമുണ്ടായത്? ഈ RSSന് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇവർ ഈ പറയുന്ന കാര്യങ്ങളല്ലേ, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്നേ. അപ്പോൾ ഇവർക്ക് വളരാൻ പറ്റുമല്ലോ. ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ വർഗീയതയും ഈ പറയുന്ന അവർ രാഷ്ട്രീയം വളർത്താനും രാഷ്ട്രീയത്തിൻ്റെ ചിഹ്നങ്ങളും ചിഹ്നങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിനെ എല്ലാ മതങ്ങളോടും ആരാധിക്കാൻ പറഞ്ഞാൽ ആ ആരാധിക്കേണ്ട ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടോ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചതാണ് ഒരു മാതൃക എന്ന് പറയുന്നത്. അത് മാതൃക കാണിക്കാൻ അദ്ദേഹത്തെ കാണിച്ച തൻ്റെ ഇടത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മാതൃകയാണ്. ഇതിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്ന് പറയുന്ന ആളാണ് ഞാൻ. അതിനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിന് ശേഷവും അതിന് മുൻപും ആ വേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. സാധാരണ അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ കുറച്ച് വിക്കൊക്കെ വരുന്നതാണ്. ഇത് ക്ലിയറായി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇറങ്ങി വരാൻ കഴിഞ്ഞതുള്ളതാണ്. അപ്പം ഈ കാര്യത്തിനകത്ത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ ശക്തമായി പോരാടേണ്ട സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനത്ത് കേരളത്തിൻ്റെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് അഭിനന്ദനാർഹമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.